അങ്കിത് അശോക് എന്ന് പറയുന്ന ഒരു സിറ്റി പോലീസ് കമ്മീഷണർ ഒരു ഗുണ്ടയെ പോലെ, ഒരു കമ്മ്യൂണിസ്റ്റ് ഗുണ്ടയെ പോലെ നിന്ന് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തി. ഇതാണിപ്പോൾ പുറത്തു വരുന്ന വാർത്തകളുടെ ഒരു സംഗ്രഹം. യഥാർത്ഥത്തിൽ എന്താണ് തൃശ്ശൂർ പൂരത്തിന് നടന്നത്? തൃശ്ശൂർ പൂരത്തിലെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. 1995 തൃശ്ശൂർ പൂരത്തിൽ ആദ്യത്തെ ലാത്തി ചാർജ് നടക്കുന്നത്. അത് അമ്പലത്തിന് ഉള്ളിൽ വെച്ചാണ്. ആ ലാത്തി ചാർജിൽ പങ്കെടുത്തില്ലെങ്കിലും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജ് ഈ എന്നിലൂടെ എന്ന് പറഞ്ഞ് സഫാരി ചാനലിൽ ഒരു പരിപാടി ഉണ്ടല്ലോ. ഇപ്പോൾ റിട്ടയറായി കഴിഞ്ഞിട്ട് ഈ സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജ് ഒരുപാട് വീഡിയോസ് അതിൽ ചെയ്യുന്നുണ്ട്. എന്നിലൂടെ ഒരു സീരീസാണ്. അതിലൊരു സ്ഥലത്ത് ജയരാജ് പറയുന്നു, ഇതിപ്പോൾ നേരത്തെ വന്ന വീഡിയോ ആണ്. ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തിൽ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ജയരാജ് ഇട്ട വീഡിയോ അല്ല, പഴയതാണ്. പഴയ വീഡിയോയിൽ അദ്ദേഹം ഒരുപാട് നിർണായകമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു പോലീസുകാരൻ്റെ ആത്മകഥയാണത്. അതിലൊരു സംഭവം അദ്ദേഹം പറയുന്നത് തൃശ്ശൂർ പൂരത്തിൽ നടന്ന ലാത്തി ചാർജാണ്. അമ്പലത്തിനുള്ളിൽ, അതായത് കുടമാറ്റത്തിനായിട്ട് ഈ ആനകൾ ഇറങ്ങി വരും. ആനയുടെ തൊട്ട് പിന്നാലെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ വന്ന് ആന റെഡിയായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് തൊട്ട് പിന്നാലെ വരുന്നവർക്കും കുടമാറ്റം, രണ്ട് വശത്തെയും കുടകൾ കാണത്തക്ക രീതിയിലുള്ളൊരു പൊസിഷൻ കിട്ടും. അപ്പം ഇതിൻ്റെ പിന്നാലെ ഇറങ്ങാനായിട്ട് ഒരു തിരക്ക് അമ്പലത്തിനുള്ളിലുണ്ടാവും. അത് കിഴക്കേ വാതിൽ കൂടെ അല്ലെങ്കിൽ പടിഞ്ഞാറേ വാതിൽ കൂടെ ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞാൽ പോവില്ല. കാരണം പോയി കഴിഞ്ഞാൽ ഇവർ പുറകിലായി പോകും. അതെ, കിഴക്ക് വശത്തും പടിഞ്ഞാറത്തും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പുറകിലായി പോകും. അതുകൊണ്ട് തെക്ക് വശത്തൂടെ തന്നെ എല്ലാവർക്കും ഇത് കാണണം. അതും പ്രൈം സ്പോട്ടിൽ നിന്ന് കാണണം. അതിൻ്റെ കൂടെ ഫോട്ടോഗ്രാഫർമാർ ഇവരൊക്കെ ഉണ്ട്. അന്ന് ടി വി ഇത്ര വലിയ ഇതിലില്ല. 95 ദൂരദർശൻ മാത്രം ഒക്കെയുള്ള സമയം. ലൈവ് ചാനലൊന്നും തുടങ്ങിയിട്ടില്ല. ബട്ട് പത്രക്കാരുണ്ട്, ഫോട്ടോഗ്രാഫേഴ്സ് അപ്പോഴും ഉണ്ട്. അപ്പോൾ ഇവർ തിക്കി കൂടി. അപ്പോൾ പുറത്താണ് കമ്മീഷണർ ഇരിക്കുന്നത്, അമ്പലത്തിന് പുറത്ത്. കമ്മീഷണർ വിളിച്ചവർ പറഞ്ഞു, സാർ ഇങ്ങനെയാണ്, നല്ല ആൾക്കൂട്ടമുണ്ട്, കുറഞ്ഞൊരു 14,000 പേര് ഇതിനു വേണ്ടി നിൽക്കുന്നുണ്ട്. ഇവർ ഇതിലൂടെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പുറത്ത് സ്റ്റാമ്പേഡ് ആവും. ഈ പ്രൈം സ്പോട്ടിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി മരിച്ചു പോകും ആൾക്കാർ. അപ്പോൾ SP പറഞ്ഞൊരു കാര്യം ചെയ്യും, 50 പേരെ മാത്രം വിട്ടാൽ മതി. 50 പേര് ആരെന്നിങ്ങനെ തീരുമാനിക്കും. കമ്മിറ്റിക്കാരും ഇടഞ്ഞു നിൽക്കുക. കമ്മിറ്റിക്കാർ പറയുന്നത്, നിങ്ങളതൊന്നും നോക്കുകയൊന്നും വേണ്ട, നിങ്ങൾ അനാവശ്യമായ നിയന്ത്രണം വേണ്ട, ആന ഇറങ്ങും, പിന്നാലെ ആളിറങ്ങും, ഒരു സ്റ്റാമ്പേഡ് ഒന്നും ഉണ്ടാവില്ല, തൃശ്ശൂർ പൂരം 200 വർഷമായിട്ട് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കമ്മിറ്റിക്കാർ. അപ്പോൾ കമ്മിറ്റിക്കാരുടെ സഹകരണമില്ല, കാഴ്ചക്കാരുടെ സഹകരണമില്ല, പോലീസ് ഒറ്റപ്പെട്ടു. അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങരുടെ ഈ 50 പേര്, അപ്പോൾ 50 പേര് ആരെന്ന്. അപ്പോൾ SP പറഞ്ഞൊരു കാര്യം ചെയ്യും, വോളണ്ടിയർ ബാഡ്ജുള്ളവർ മാത്രം അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ളവരാണ്. വോളണ്ടിയർ ബാഡ്ജ് നോക്കിക്കഴിഞ്ഞപ്പോൾ കുറഞ്ഞൊരു 500 പേർക്ക് ഈ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഇതാര് കൊടുത്തു, എങ്ങനെ കൊടുത്തു, ആര് ഇഷ്യൂ ചെയ്തു, ആർക്കും അറിയില്ല, ഉത്തരവാദിയില്ല. അപ്പോൾ പറഞ്ഞു, സാർ ഈ ബാഡ്ജുള്ളവർ നിർത്താമെന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാവരും തന്നെ നിർത്തുക, എല്ലാവർക്കും ബാഡ്ജുണ്ട്. ഒരു കാര്യം ചെയ്യും, കം വാട്ട്മേ, ആദ്യമുള്ള 50 പേരെ ഇറങ്ങാൻ സമ്മതിക്കുക, ബാക്കിയുള്ളവർ കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും കൂടെ ഇറങ്ങട്ടെ എന്ന്. പറ്റില്ല എന്ന ആൾക്കാരും വാഗ്വാദം വരുമ്പോൾ ഇതിനിടയ്ക്ക് ഒരു പോലീസുകാരൻ, അയാളെ ആരും പിടിച്ച് തള്ളുക, അങ്ങനെ എന്തോ ഒരു പ്രകോപനം, ഇയാൾ ലാത്തി കൊണ്ടടിച്ചു. അപ്പോൾ കൂടെയുള്ള പോലീസുകാരും റിയൽ ലാത്തി ചാർജ് ഈ കാലിന് താഴെ അടിക്കുന്നു. ഈ ബഹളത്തിൽ ആനകൾ 7 ആനയോ 11 ആനയോ മറ്റോ ഉണ്ട്. അതിങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുക. ഈ എയർപോർട്ടിൽ വിമാനം പോകാനായിട്ട് ഇങ്ങനെ ക്യൂ ആയിട്ട് കിടക്കുമല്ലോ ഓരോന്നൊരു. ഒരെണ്ണം പുറത്തിറങ്ങി, ഒരാന പുറത്തിറങ്ങിയിട്ട് വേണം അടുത്ത ആനയ്ക്ക് ഇറങ്ങാൻ. അപ്പോൾ ആനകൾ ക്യൂ ആയിട്ട് നിൽക്കുന്നു. ഏറ്റവും മുമ്പിൽ തിടമ്പും തിരുമേനിയും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. മുമ്പിലത്തെ ആനയുടെ കാലിൻ്റെ ഇടയിൽ കൂടെ ആൾക്കാർ ഓടാൻ തുടങ്ങി. കുറച്ച് പേര് പുറത്തേക്ക് ഓടി, പുറത്തുള്ള കുറച്ച് പേര് എന്താ സംഭവം എന്ന് പറയാൻ അകത്തേക്ക് വന്നു. ഇതൊക്കെ ആ ഗോപുരത്തിൻ്റെ അവിടെ ആകുമ്പോൾ ആനയുടെ കാലിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെയാണ് ഈ ഓട്ടം. ആന ഡിസ്റ്റർബായിട്ട് തലകുലുക്കിയപ്പോൾ തിടമ്പ് താഴെ വീണു, പിന്നാലെ തിരുമേനിയും താഴെ വീണു. വലിയ എമർജൻസിയായി. അപ്പോൾ ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ, റിട്ടയേർഡ് SP അകത്ത് നിൽപ്പുണ്ട്. അങ്ങനെ എങ്ങനെയോ അകത്ത് വന്ന് ഇതിലെ കൂടെ പോകാൻ വേണ്ടിയിട്ട് വാശി പിടിച്ച് വന്നു, അങ്ങനെയൊന്നുമല്ല. പുള്ളിക്ക് മനസ്സിലായി ഇത് ഇവരുടെ നിയന്ത്രണത്തിലല്ല, പുള്ളിയുടെ ജൂനിയേഴ്സാണ്
3 CIമാർ ഉണ്ട് അവിടെ. ചാവക്കാട് CI ഉണ്ട്, പിന്നെ ചാലക്കുടി CI, ചാർജ് കൊടുത്ത് വരുത്തിയ ആൾക്കാരുണ്ട്. ഈ 3 പേരെയും പുള്ളിക്കറിയാം. പുള്ളി പറഞ്ഞു, നിങ്ങൾ പോലീസിനെ കംപ്ലീറ്റ് പിൻവലിക്ക്, ജനക്കൂട്ടമായിട്ട് സംഘർഷത്തിന് പോകരുത്, പോയാൽ വലിയ വലിയ പ്രശ്നമാകും, പോലീസുകാർ തന്നെ മരിക്കും, ജനക്കൂട്ടത്തിൽ ഒരുപാട് പേര് മരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വിഡ്രോ ദ പോലീസ്, അങ്ങനെക്ക് ഇതില്ല, പദവിയില്ല, പുള്ളി റിട്ടയർഡാണ്. ബട്ട് ഈ 3 പേരും പുള്ളിയുടെ ജൂനിയേഴ്സും പുള്ളിയെ അറിയാം ഈ സാറിനെ. അപ്പോൾ ഇയാൾ ചാവക്കാട് CI വിസിലടിച്ചു, പോലീസുകാരെല്ലാം തിരിച്ച് സ്പോട്ടിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞു, CI നിൽക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരാൻ പറഞ്ഞു. തിരിച്ചു വന്നു. ഇത് കഴിഞ്ഞിട്ട് ഈ തിടമ്പ് വീണ്ടും ആനപ്പുറത്ത് കയറ്റി, തിരുമേനി ഒരു കണക്കിന് ആനപ്പുറത്ത് കയറ്റിയിട്ട് ആനയെ ഇറക്കിക്കൊള്ളാൻ പറഞ്ഞു. പിന്നാലെ വരുന്ന ആൾക്കാരെ ഒരുവിധം, അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ കൈവിട്ടു പോകും മനസ്സിലായി. അവരും ശാന്തരായിട്ട് പുറത്തിറങ്ങി. അങ്ങനെ ആ ക്രൈസിസ് അവസാനിച്ചു. ഇതിനു മുമ്പ് ഫോട്ടോഗ്രാഫേഴ്സ് പുറത്ത് കടന്നതുകൊണ്ട് ഇതിൻ്റെ ഫോട്ടോയോ വാർത്തയോ പിറ്റേ ദിവസം പത്രത്തിൽ വന്നുമില്ല. പക്ഷേ ഇങ്ങനെ നടന്നതാണെന്ന് ആ മനുഷ്യൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ടെൻഷൻ അനുഭവിച്ച ഒരു നിമിഷം ഉണ്ടായിട്ടില്ല. കാരണം ആന, തിടമ്പ്, തിരുമേനി, അത് താഴെ വീഴുക, ഇപ്പോൾ 12,000 ആൾക്കാരുണ്ടാവുക, പോലീസുമായിട്ട് സംഘർഷത്തിലാവുക, പോലീസുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നൊരു ക്രൗഡും പോലീസുമായിട്ട് ഉടക്കുന്ന ക്രൗഡും തമ്മിൽ വ്യത്യാസമുണ്ട്. ക്രൗഡിൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ ഇത് ഉടക്കുന്ന ക്രൗഡാണ് നിൽക്കുന്നത്. എല്ലാവരും ഉടക്കിലാണ്. ആന പിന്നെ ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റും. ആനയ്ക്ക് ദേഷ്യം ആന ചവിട്ടി കഴിഞ്ഞാലത്തെ സ്ഥിതി എന്താ? ആനയ്ക്ക് എന്ത് കമ്മീഷണർ? ഭാഗ്യത്തിന് ആനകൾ വലിയ കുഴപ്പം കാണിച്ചിട്ട് ഈ ആദ്യത്തെ ആന മാത്രം ഇങ്ങനെ ചെയ്തു. തിരുമേനി അതൊരു ഇഷ്യൂ ആക്കാനും പോയില്ല. ആനപ്പുറത്തു നിന്ന് വീണു അവിടെ ഇവിടെയൊക്കെ ചതയൊക്കെ ചെയ്തു. ബട്ട് ഹി മാനേജ് ദ ഷോ. അങ്ങനെയാണ് ആ വർഷം കുടമാറ്റം നടക്കുന്നത്. അപ്പോൾ കാലം കുറേയായി ഈ പ്രശ്നം തൃശ്ശൂരുണ്ട്. ഇത് കഴിഞ്ഞു കുറേ നാൾ മുമ്പ്, ഒരു 8 കൊല്ലമെങ്കിലും ആയിട്ടുണ്ട്, ഒരു മഹാഭാവി ഒരു വീഡിയോ ഇറക്കി. ഈ നിങ്ങളുടെ കുംഭമേള, പ്രയാഗിൽ നടക്കുന്ന കുംഭമേള, തൃശ്ശൂർ പൂരം, ഐക്യത്തഷ്ടമി, ഇതിലൊക്കെ വണ്ടി ഓടിച്ച് കയറ്റി ഇവന്മാരൊക്കെ കൊല്ലണ്ടേ ഈ ഹിന്ദുക്കളെ. നിങ്ങൾ എന്ത് ചെയ്ത്, നിങ്ങൾ ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് ചെയ്യണം, അല്ല വെറുതെ ഇങ്ങനെ കുത്തിയിരുന്നു വായടിച്ചാൽ പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീകരമായിട്ട് ആളുകളെ ഇങ്ങനെ ഇളക്കി വിടുന്നു. മലയാളി വീഡിയോ ചെയ്തു. ഈ വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ ഇത് പോലീസ് ഇപ്പോൾ എന്താ ചെയ്യുക, അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്, സത്യമാണോ ഇല്ലെന്ന് പറഞ്ഞുകൂടാ. വേറൊരു വീഡിയോ ഇറങ്ങിയിരുന്നു. ശബരിമലയിൽ പോകുന്ന വഴിക്കുള്ള കുടിവെള്ള ടാങ്കുകൾ മുഴുവൻ വിഷം കലർത്തണമെന്ന്. അതും കേരള പോലീസിനെ വല്ലാതെ അഫക്റ്റ് ചെയ്തൊരു വീഡിയോയാണ്. അസാമാന്യമായ മിസ്ചീഫാണ് ഈ മുസ്ലിം സൈഡിൽ നിന്ന്. എണ്ണം കുറവാണെന്നൊക്കെ പറയും, പക്ഷേ കനലൊരു തരി മതിയല്ലോ. അപ്പോൾ അങ്ങനെയുള്ള തരികൾ ചെയ്യുന്ന പരിപാടി. അന്ന് എത്ര ടാങ്ക് പരിശോധിച്ചു, എന്തെല്ലാം ചെയ്ത് ആളുകൾ വെള്ളം കുടിക്കാതെയായി, ബോട്ടിൽ വാട്ടർ മാത്രമേ മേടിക്കുള്ളൂ. അങ്ങനെ ഒരു 6 വർഷം മുമ്പാണ് ശബരിമലയിൽ ചെയ്തത്. ഇതുപോലത്തെ മിസ്ചീഫും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ പോലീസിൻ്റെ നിയന്ത്രണം കൂടുതൽ ടൈറ്റായി. ഇത് കഴിഞ്ഞപ്പോൾ ആനപ്രേമികൾ ഇറങ്ങിയിട്ട് ആനയെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, വനം വകുപ്പ്, പിന്നെ ഹൈക്കോടതി ഇടപെട്ടു. ഈ കാര്യത്തിലൊക്കെ ഹൈക്കോടതി ഇടപെട്ടിട്ട് ഈ ഭക്തന്മാർക്കോ ഉത്സവം ആസ്വദിക്കുന്നോ അനുകൂലമായ ഒരു നിലപാടല്ല പൊതുവേ കോടതികൾ എടുക്കാറുള്ളത്. കോടതി ഇതിൻ്റെ സാങ്കേതികതയിൽ പോകും. ആനയ്ക്ക് ഇത്ര മണിക്കൂർ വെയിലത്ത് നിൽക്കാൻ പറ്റുമോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകും. ആനയെ സംരക്ഷിക്കും. തൃശ്ശൂർ പൂരം അതിലെങ്കിലും പോട്ടെ. ഇത് കഴിഞ്ഞപ്പോൾ വെടിക്കെട്ടിൽ കയറി പിടിച്ചു. അത് വല്ലാത്ത സംഗതിയും ബഹളമൊക്കെ ആയിട്ട് 2017 മറ്റോ കാണണമായിരുന്നു. അന്ന് യാദൃശ്യമായിട്ട് ഞാൻ കോടതിയിലുണ്ടായിരുന്നു. തോട്ടത്തിൽ രാധാകൃഷ്ണൻ്റെ ബെഞ്ചിലാണ്. ഹൈക്കോടതി നിറഞ്ഞ് നാശമായി. ഞാൻ നേരത്തെ വേറൊരു മാറ്ററിന് വേണ്ടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അല്പം മുമ്പിലായിപ്പോയി. ഇല്ലെങ്കിൽ എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ തോട്ടത്തിൽ രാധാകൃഷ്ണൻ നോക്കിയിട്ട് അത്ഭുതത്തോട് ചോദിച്ചു, വൈ സച്ച് എ ബിഗ് ക്രൗഡ്? ഓർക്കാതെ ചോദിച്ചു പോയി. ബിക്കോസ് തൃശ്ശൂർ പൂരം. നോക്കി ഈ ക്രൗഡ്, അവിടെ നിൽക്കുന്ന വക്കീലന്മാരുടെ ക്രൗഡ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഹോൾ കേരള എന്ന് തോട്ടത്തിൽ രാധാകൃഷ്ണൻ മനസ്സിലായി. ഇത് നിസ്സാര സംഭവമല്ല. ഇതിൽ കയറി ഞാൻ തൊട്ടാൽ ഇന്ന് വലിയ പ്രശ്നമാകുമെന്ന് മനസ്സിലായി. പുള്ളി തൊട്ടില്ല. പുള്ളി ഇഷ്യൂ അങ്ങ് ഡിഫ്യൂസ് ചെയ്തു. ചെറിയൊരു കമൻറ്റ് മാത്രം. ഈ റെഗുലേഷൻ ഷുഡ് ഫെസിലിറ്റേറ്റ് the devotees to enjoy the festival, not to deny the festivity.
എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ പറഞ്ഞു. ആൻഡ് ഫർദർ ഡീറ്റെയിൽസ് വിൽ ബി ഡിസ്കസ്ഡ് ലേറ്റർ ഓൺ. പോസ്റ്റ് ദിസ് കേസ് ആഫ്റ്റർ 2 months. സ്റ്റാറ്റസ് കോ മേ കണ്ടിന്യൂ എന്ന് പറഞ്ഞു. സ്റ്റാറ്റസ് കോ കണ്ടിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് തുടങ്ങാനാണ് അന്ന് തീരുമാനം. അതിന് സ്റ്റേ വേണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പുള്ളി ഈ കാര്യം പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങൾ ഉത്സവം ജനങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയ നിയന്ത്രണങ്ങളായിരിക്കണം, അല്ലാതെ അത് നിഷേധിക്കാൻ വിലക്കുന്നതായിരിക്കരുത്. ഇതായിരുന്നു പുള്ളിയുടെ പോയിന്റ്. അങ്ങനെ ആ സിറ്റുവേഷൻ ഡിഫ്യൂസ് ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ ക്രൗഡിൻ്റെ പുറത്ത് നിയന്ത്രണം, ആനയുടെ പുറത്ത് നിയന്ത്രണം, വെടിക്കെട്ടിൻ്റെ പുറത്ത് നിയന്ത്രണം, ഇനി ആകെ ബാക്കി വരാനുള്ളത് കച്ചവടത്തിൻ്റെ പുറത്ത് നിയന്ത്രണമാണ്. അത് എന്തെങ്കിലും കൊണ്ടുവന്ന് കാണും. 2 കോടി രൂപ വേണമെന്ന് പറഞ്ഞു. അല്ല, അത് ഇഷ്യൂ ആയല്ലോ, മുഖ്യമന്ത്രി ഇടപെട്ടത്. തറവാടകയുടെ പ്രശ്നം അതല്ല, കച്ചവടം തന്നെ ഇത്ര കടകളെ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്യാമല്ലോ. ടെമ്പററി കടകൾ പാടില്ല, പെർമനൻ്റ് ഉള്ളത് മതി. അതിലേക്ക് ഇത് കടന്നു വരും. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദു ഫെസ്റ്റിവൽ, ഹിന്ദു ഉത്സവങ്ങൾ ഇത് നിർത്തണം എന്ന് CPM ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ നിർത്തണം എന്ന് അവർക്കറിയില്ല. അവരുടെ ആളുകൾ ചോരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാതിൽ ഈ ഹിന്ദു ഉത്സവങ്ങളാണ്. അവരുടെ മെമ്പർമാർ ഹിന്ദു ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നു, മെല്ലെ മെല്ലെ ഹിന്ദുക്കളായിട്ട് മാറുന്നു. നമ്മൾ ഒരു ഹിന്ദു വിരുദ്ധ സമീപനം എടുക്കാമോ സഖാവേ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കാൻ പാടില്ല. മുസ്ലിങ്ങൾക്ക് അനുകൂല നിലപാട് പാർട്ടി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. ഹിന്ദു പൊട്ടനെ പോലെ പാർട്ടിയുടെ കൂടെ നിന്നിങ്ങനെ സിന്ദാബാദ് വിളിച്ച് കൊടുക്കണം. ഇതാണ് പാർട്ടിയുടെ ഡിസൈൻ. അപ്പോൾ ആ ഡിസൈന് വിരുദ്ധമായിട്ട് ആൾക്കാർ ചിന്തിക്കുന്നു. ആ ചിന്തിക്കാൻ തുടങ്ങുന്ന പോയിൻ്റ് ഈ ഉത്സവങ്ങളാണ്. ആദ്യം ശബരിമല, അതങ്ങനെ കണ്ണടയ്ക്കാതെ നിർവാഹമില്ലെന്നായി. പിന്നെ അതങ്ങ് വിട്ടു. പിന്നെ ഗുരുവായൂർ, കടകംപള്ളി സുരേന്ദ്രൻ പോയിട്ട് ഗുരുവായൂർ തൊഴുതു, പറ വെച്ചു, എന്തൊക്കെയോ വെച്ചു, തുലാഭാരം നടത്തി, ആകെ കൂടെ കുഴപ്പത്തിലായി. പിന്നെ അയാളെ ശാസിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ ഗുരുവായൂർ പോയിട്ടേ ഇല്ല, മൊത്തം കള്ള വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യും? ഇങ്ങനെ പലവിധ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിൽ പോവുക, ഇത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ കൾച്ചർ ഇവരെ വിടില്ല. ഇവർ കൾച്ചറിനെ തല്ലപ്പറയും, പക്ഷേ കൾച്ചർ ഇവരെ വിടില്ല. പഴയൊരു പൂമൂടൽ വിവാദം ഉണ്ടല്ലോ. അതുണ്ട്. അല്ല, ജവഹർലാൽ നെഹ്റു ഇത് എഴുതിയിട്ടുണ്ട്. ഹിന്ദുയിസം ക്ലിങ്സ് ടു ഇറ്റ്സ് ചിൽഡ്രൻ ഡെസ്പൈറ്റ് ദം. തള്ളി മാറ്റിയാലും ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മയാണ് ഹിന്ദുയിസം. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല. കാരണം ജവഹർലാൽ ഒരു ഹിന്ദു പേരാണ്. ജവഹർലാൽ വേണ്ട എന്ന് വെച്ചു. നെഹ്റു എഗെയിൻ ഒരു ഹിന്ദു സർനെയിമാണ്, അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ പണ്ഡിറ്റ്ജി വീണ്ടും ഒരു ഹിന്ദു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞ് പേരേ ഇല്ലാതാക്കി കഴിഞ്ഞാൽ മാത്രമേ ജവഹർലാൽ നെഹ്റുവിന് ഹിന്ദു അല്ലാതെ ആകാൻ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതി വന്നു. പിന്നെ പുള്ളി എന്തെങ്കിലും പേര് വിളിച്ചോട്ടെ. ജവഹർലാൽ എന്നാണ് പട്ടേൽ വിളിച്ചുകൊണ്ട് അങ്ങനെ വിളിച്ചു. പണ്ഡിറ്റ്ജി എന്ന് ബാക്കിയുള്ളവർ വിളിച്ചു, അങ്ങനെ വിളിച്ചു. നെഹ്റു എന്ന് ഫോറിനേഴ്സൊക്കെ മിസ്റ്റർ നെഹ്റു, ശരി അതും ആയിക്കോട്ടെ. കാരണം ഹിന്ദു എടുത്തു കളഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ഇല്ല. വട്ടപൂജ്യമായാൽ മാത്രമേ ഹിന്ദുവിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. നേരത്തെ പറഞ്ഞ നെഹ്റുവിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ നെഹ്റു എഴുതിയ കാര്യമാണിത്. ഹിന്ദുയിസം ക്ലിങ്സ് ടു ഇറ്റ്സ് ചിൽഡ്രൻ ഡെസ്പൈറ്റ് ദം. ഇത് മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്കും ഇത് ബാധകമല്ലേ? ഈ നേരത്തെ പറഞ്ഞ പോലെ ശിവൻകുട്ടി എന്നുള്ളത് ശിവൻ എടുത്തു കളഞ്ഞാലും കുട്ടി ബാക്കി നീക്കും. കുട്ടിയെയും കൂടെ എടുത്തു കളഞ്ഞാലും ഇയാളില്ലാതെയാവും. ഇതാണ് പ്രശ്നം. കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമൻകുട്ടിയാകാം, ഗോപാലൻകുട്ടിയാകാം, കുട്ടികൃഷ്ണനാവാം, എന്തുവാ. ചുരുക്കി പറഞ്ഞാൽ കുട്ടി ഒരു ഹിന്ദു പേരാണ്. അതെ, വെറും കുട്ടി എന്ന് പേരുള്ള ഹിന്ദുക്കളുണ്ടായിരുന്നു. കുട്ടി, ഇതാണ് എൻ്റെ നാട്ടിലുണ്ട് കുട്ടിച്ചേട്ടൻ. കുട്ടിച്ചേട്ടൻ ഹിന്ദു അല്ലേ? അതെ അതെ. കുട്ടി എന്ന് കേട്ടാൽ അത് ഹിന്ദുവാണോ ക്രിസ്ത്യാനോ എന്നാണ്. പക്ഷേ ക്രിസ്ത്യാനികളും അപൂർവം ഉപയോഗിക്കാറുണ്ട്. കുട്ടിയമ്മ എന്നൊക്കെ പേരുണ്ട്. അരനാഴിക നേരം പാറപ്പുറത്തിൻ്റെ നോവലിൽ അതിൽ ഒരു കഥാപാത്രത്തിൻ്റെ പേര് കുട്ടിയമ്മയാണ്. കുട്ടി അവരും ഉപയോഗിച്ചിരുന്നു. ബട്ട് ബൈ ആൻഡ് ലാർജ് അതൊരു ഹിന്ദു പേരാണ്. അപ്പം ഇങ്ങനെ തൻ്റെ സ്വത്വം തന്നെ ഇല്ലാതായാൽ മാത്രമേ ഹിന്ദു ഇല്ലാതെയാകുള്ളൂ എന്നുള്ള തിരിച്ചറിവ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായി. അപ്പോൾ ആ സ്വത്വത്തിൽ വെള്ളം ചേർക്കുക, അങ്ങനെയാണ് ഉത്സവങ്ങളെയൊക്കെ മതേതരമായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ഓണം മതേതരമാണ് അല്ല, ഓണത്തിൻ്റെ റിച്വൽ ഹിന്ദുവാണ്. കാർണിവൽ മതേതരമാണ്, അതെപ്പോഴും അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായ കൊല്ലം സാംബശിവൻ ആണ് കേരളത്തിലെ, പ്രത്യേകിച്ച് തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും
കഥാപ്രസംഗം നടത്തിക്കൊണ്ടിരുന്നത് ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റായ കൊല്ലം സാംബശിവനാണ്. സാംബശിവൻ്റെ ഉപജീവനം ക്ഷേത്രത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ്. എന്നിട്ട് പുള്ളി ക്ഷേത്രത്തിനെതിരെ കഥാപ്രസംഗത്തിൽ ചെറിയ അമ്പുകളൊക്കെ അയക്കുകയും ചെയ്യും. ഓച്ചിറ രാമേന്ദ്രൻ ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റായിരുന്നു, പക്ഷേ ഉപജീവനം ക്ഷേത്രത്തിൽ കഥാപ്രസംഗം നടത്തിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കാർണിവൽ പാർട്ട് എപ്പോഴും സെക്യുലർ ആയിരുന്നു പണ്ട് മുതൽ, ബട്ട് റിച്വൽ പാർട്ട് ഹിന്ദുവാണ്. അതുകൊണ്ടാണ് ആറാട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ദേവൻ പുറത്തിറങ്ങി കുളിച്ചിട്ട് തിരിച്ചു കയറുന്നത്, ഇതാണ് ആറാട്ട്, അതാണ് അതിൻ്റെ റിച്വൽ പാർട്ട്. ബാക്കിയൊക്കെ ഈ കഥാപ്രസംഗം, കഥകളി, ചെണ്ട, ആന, അത് ഇതൊക്കെ കാർണിവലിൻ്റെ പാർട്ടാണ്. റിച്വൽ എന്ന് പറയുന്ന ആ തിരുമേനിയും 2-3 പേരും കൂടെ വിഗ്രഹം കൊണ്ടുപോകും, മുങ്ങിയിട്ട് പൊങ്ങും, അതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ ആൾക്കാർ, അതാണ് റിച്വൽ. അത് സെക്യുലർ അല്ല, അത് മതേതരമാക്കാൻ പറ്റില്ല, അത് മതത്തിൻ്റെ ആചാരം തന്നെയാണ്. നമ്മുടെ അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ മാത്രം മതേതരം, പള്ളികളിലെ ഒന്നും മതേതരമല്ല, മതത്തിൻ്റെയാണ്. അത് മതത്തിൻ്റെയാണ്. അങ്ങനെയുണ്ടല്ലോ. അതിലൊരു എന്ന് വെച്ചാൽ ഇപ്പോൾ ഭൂരിപക്ഷ സമുദായം അതിനെ ഹിന്ദു എന്ന് പേര് വിളിച്ചാൽ വർഗീയമാകും. അതെ. ന്യൂനപക്ഷം, അത് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മുസ്ലിങ്ങൾ, പിന്നെ ചിലപ്പോൾ ക്രിസ്ത്യാനി, ബട്ട് ബേസിക്കലി മുസ്ലിങ്ങളെയാണ് ന്യൂനപക്ഷം എന്ന് വിളിക്കുന്നത്. അത് ക്രിസ്ത്യാനിക്ക് അറിയാം. അതുകൊണ്ട് ഇതായി അവർ സെക്യുലറായി ന്യൂനപക്ഷം. ഈ തട്ടിപ്പ് മനസ്സിലാക്കിയപ്പോഴാണ് ക്രിസ്ത്യാനി മെല്ലെ ഇപ്പോൾ പുറകോട്ട് മാറാൻ തുടങ്ങിയത്. കാരണം നമ്മളെ ഇത് പരിഗണിക്കുന്നൊന്നുമില്ല, ഇതാ ചേട്ടൻ്റെ കളിയാണ്. ചേട്ടന് എണ്ണം തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ കൂട്ടുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന്, പാലോളി കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കി, JB കോശി കമ്മിറ്റി റിപ്പോർട്ട് എവിടെ? അത് ക്രിസ്ത്യാനികൾക്ക് എന്തോ കൊടുക്കാനുള്ള റിപ്പോർട്ടാണ്, അത് നടപ്പിലാക്കിയിട്ടില്ല. അതിപ്പം പരിശോധിക്കും, അതിന് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് സെക്രട്ടറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞതല്ലാതെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ക്രിസ്ത്യാനികൾ പിന്നെ പൊതുവെ ആ പഴയ കെട്ടുറപ്പൊന്നും ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കില്ല. അത് നഷ്ടപ്പെട്ടതിൻ്റെ ദുരിതം അവർ അനുഭവിക്കുന്നുമുണ്ട്. കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പായിട്ട് എന്തെല്ലാം കൺഫ്യൂസിങ് സിഗ്നലാണ് അവരുടെ ഇടയ്ക്ക് നിന്ന് വരുന്നത്. അവരുടെ ഇടയിലുള്ള കമ്മ്യൂണിസ്റ്റ് ബിഷപ്പുമാർ ഇന്നും ഒരു ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറക്കും. അത് നമ്മുടെ വിഷയത്തിലേക്ക് ഒന്ന് തിരിച്ചു വന്നാൽ, ഈ ഇന്നലെ മിനിഞ്ഞാന്ന് പൂരത്തിന് എന്താ സംഭവിച്ചത്? ശരിക്കും പൂരത്തിൽ സംഭവിച്ചത്, ഈ പോലീസിന് ഫുൾ കൺട്രോളായി. പോലീസ് ഈസ് റിപ്പോർട്ടിംഗ് ടു ഇലക്ഷൻ കമ്മീഷൻ, നോട്ട് ടു എനി അഡ്മിനിസ്ട്രേറ്റീവ് ഇത്. ബട്ട് അഗെയിൻ ഹീസ് റിപ്പോർട്ടിംഗ് ടു DGP ഓൾസോ. DGPയെ വിട്ടിട്ട് നേരെ ഇലക്ഷൻ കമ്മീഷന് റിപ്പോർട്ട് ചെയ്യാന്നുള്ള അർത്ഥത്തിലല്ല. ബട്ട് ഇയാളെ ഈ അങ്കിത് അശോകിനെ മാറ്റുകയോ പിടിക്കുകയോ റീഡിപ്ലോയ് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷന് പെർമിഷൻ വേണം. ഇപ്പോൾ ഇവർ ചെണ്ടയടിക്കുന്നില്ലേ, ഞങ്ങൾ അങ്കിത് അശോകിനെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ACP ഒരാൾ സുദർശൻ, ഈ 2 പേരെയും മാറ്റാൻ തീരുമാനിച്ചു. മാറ്റിയെന്നല്ല പറയുന്നത്, മാറ്റാൻ തീരുമാനിച്ചു. എന്നിട്ട് ഇലക്ഷൻ കമ്മീഷന് കത്ത് കൊടുത്തു, ഈ 2 പേരെ ഞങ്ങൾക്ക് മാറ്റണമെന്നുണ്ട്, പകരം 3 ഓപ്ഷൻസ്, 3 പേരുടെ പേരും ഇലക്ഷൻ കമ്മീഷന് കൊടുത്തു. ഇത്രേ ചെയ്തോളൂ. തൃശ്ശൂരിൽ സംഭവിച്ചത്, ഈ കമ്മീഷൻ അങ്ങ് തീരുമാനിച്ചു പൂരം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടം നിയന്ത്രിക്കുക എന്നാണ് അർത്ഥം. ആണല്ല, പുള്ളി സ്വരാജ് റൗണ്ടിലേക്കുള്ള എല്ലാ റോഡും അങ്ങ് അടച്ചു കിട്ടി, എല്ലാ റോഡും, നോ എൻട്രി ടു സ്വരാജ് റൗണ്ട്. അപ്പോൾ സ്വരാജ് റൗണ്ടിൽ ആരുമില്ല. എന്നിട്ട് എന്ത് വേണമെങ്കിൽ നടത്തിക്കോടാം. ഇവരകത്തേക്ക് കയറുമ്പോൾ ഈ ആനയ്ക്ക് പട്ട കൊടുക്കുക, പിന്നെ കുടമാറ്റത്തിനുള്ള കുടയും വേണ്ട, പട്ടയും വേണ്ട, ടെക്നീഷ്യൻ പോലും വേണ്ട, ആരും വരണ്ട. ടെക്നീഷ്യൻ എന്ന് പറയുമ്പോൾ വിളിച്ചു, ഏത് ടെക്നീഷ്യൻ, ആരാ, വാ മുമ്പിൽ വാ, ഇവൻ ടെക്നീഷ്യൻ എന്ന് ആര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ. ഇതൊക്കെ നാട്ടുകാരെടുത്ത വീഡിയോ ആണ്. വാസ്തവത്തിൽ ചാനലുകളുടെ കയ്യിൽ ഇതിലും ഭംഗിയായ വീഡിയോസുണ്ട്, ഒരു ചാനലും പുറത്തു വിടുകയില്ല. കാരണം ഈ മൊത്തം ഇഷ്യൂവിൻ്റെ ഗുണം സുരേഷ് ഗോപിക്ക് കിട്ടും. ഇതാണ് പേടി, ഇതാണ് പ്രശ്നം. മാതൃഭൂമി ഇന്നലെ സെപ്പറേറ്റ് ഒരു ഹാസ്യ പരിപാടി തന്നെ നടത്തി, സുരേഷ് ഗോപിക്ക് ഇതിൻ്റെ ഗുണം കിട്ടാതിരിക്കാൻ വേണ്ടി. നിങ്ങൾ ഇങ്ങനെ ഒരു ഡ്രാമ അറേഞ്ച് ചെയ്തില്ലേ പോലീസുമായിട്ട് ചേർന്ന്. അതായത് ഒരു CPM-കാരൻ, 2 കോൺഗ്രസ്സുകാരൻ, ഇവർ തമ്മിലുള്ള ഒരു ചായക്കട തർക്കമാണ്, കലുങ്ക് ചർച്ച എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ കലുങ്ക് ചർച്ചയിൽ കംപ്ലീറ്റ് സുരേഷ് ഗോപി ഇതിനകത്ത് കള്ളനാണെന്നും അയാൾ കള്ളത്തരം കാണിച്ചെന്നും BJPയും പോലീസും ഒത്തുചേർന്നുണ്ടാക്കിയ ഡ്രാമയാണെന്നും അതിലൂടെ വോട്ട് നേടുകയാണെന്നും ഈ കലുങ്ക് ചർച്ചയിലൂടെ, മറ്റേത് അടുപ്പ് കൂട്ട് ചർച്ച, ഇത് കലുങ്ക് ചർച്ച,
ആ ഒരു കരങ്കിൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് തല്ലിക്കൂട്ടി ഉണ്ടാക്കിയതാണ് മാതൃഭൂമി. എന്തൊരു വിഷമമെന്നറിയാം മാതൃഭൂമിക്ക്, ഏഷ്യാനെറ്റിന്, മനോരമയ്ക്കൊക്കെ ഇതിങ്ങനെ സംഭവിച്ചു. ഇത് തൃശ്ശൂർ പൂരം അലമ്പായതിൽ അവർക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ വോട്ട് സുരേഷ് ഗോപിക്ക് പോകുമോ എന്ന് പേടി. അതില്ലാതെയാവാനായിട്ട് LDF UDF യുദ്ധം പുതിയതായിട്ട് തുടങ്ങി. വെറുതെ ഇരുന്ന് രാഹുൽ ഗാന്ധി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ചു. നിൻ്റെ അമ്മൂമ്മ എന്നെ അറസ്റ്റ് ചെയ്താടാ നീ ആളങ്ങോട്ട് പറഞ്ഞു. ജനം അതിൻ്റെ പിന്നാലെ പോയി. തൃശ്ശൂരിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക. തൃശ്ശൂർ ഇഷ്യൂ ഇല്ല, കഴിഞ്ഞു. പൂരവും കഴിഞ്ഞു, കരുവന്നൂരും മറന്നു, കറവിഞ്ഞു, സകലതും മറന്നു. LDF UDF മാത്രമാണ് ചിത്രത്തിൽ, BJP ചിത്രത്തിലില്ല. പക്ഷെ എന്തായാലും ഈ നരേറ്റീവ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചാനലുകളുടെ കയ്യിലെല്ലാം ഇതിൻ്റെ വിഷ്വൽസ് ഉണ്ട് അവിടെ സംഭവിച്ചത്. നാട്ടുകാർ ഫോട്ടോ എടുത്തെങ്കിൽ ചാനലുകാർക്കും ഫോട്ടോ എടുക്കാമല്ലോ, വീഡിയോ എടുക്കാമല്ലോ. എവിടെയാണ് വീഡിയോ? എന്നിട്ട് കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ലീസ്റ്റ് ഡാമേജ് ഉള്ള ചില ദൃശ്യങ്ങൾ പുറത്തു വിട്ടു. അങ്കിത് അശോകിൻ്റെ തലയിൽ വയ്ക്കാനായിട്ട് ഒരു സാധനം. അല്ല, അയാളുടെ തലയിൽ വെക്കണം. ഇങ്ങനെ ഇത്രമാത്രം വിവരദോഷിയായ ഒരാളെ മസൂറിലെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് കേരള പോലീസിലേക്ക് വിടുക, IPS കിട്ടി വിടുക എന്നൊക്കെ പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി പറയുകയാണ് എന്ത് ചെയ്യണം അങ്കിത് അശോക്, എന്ത് ചെയ്യണം അങ്കിത് അശോക്? ഡു യു തിങ്ക് ഹീ ഈസ് എ ഫൂൾ? മസൂറിയിൽ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന IPS കാരൻ വെറുതെ ആൾക്കാരെ അങ്ങ് തടഞ്ഞു കെട്ടിട്ട് ഉണ്ടാവാമെന്ന് കോൺസിക്വൻസ് അങ്ങേർക്ക് അറിഞ്ഞുകൂടെ? ഇപ്പോൾ ആ മനുഷ്യനെ ഇനിയിപ്പോൾ ബലിയാടാക്കും ഇവർ. ബട്ട് അൺലെസ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ ഈസ് ടേക്കൺ അറ്റ് ദ ടോപ്പ് ലെവൽ, ആൻ ഓഫീസർ വിത്ത് കോമൺ സെൻസ് വിൽ നോട്ട് ബിഹേവ് ലൈക്ക് ദിസ്. അങ്ങനോട് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കൈകാര്യം ചെയ്താൽ മതി. ഇപ്പോൾ കൊണ്ടുപോകാൻ പറ സാർ, അത് വലിയ പ്രശ്നമാകുന്നത്. പ്രശ്നമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, താൻ വലിയ ആളുകളൊക്കെ ഉണ്ടാ, താൻ പറഞ്ഞത് കേട്ടാൽ മതി. ഇത് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഞാൻ നേരത്തെ ആ സർക്കിൾ ഇൻസ്പെക്ടറുടെ കാര്യം പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ ബുദ്ധി പോലും ഈ IPS ഓഫീസർക്ക് ഇല്ലെന്നാണോ പറയുന്നത്? എല്ലാത്തിനും ഉത്തരവാദി ഒരു IPS ഓഫീസർ. കഴിഞ്ഞു. സുനിൽകുമാറും പറഞ്ഞു അത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്, വേറെ ആർക്കും ഉത്തരവാദിത്തമില്ല. വേറെ വാസ് കെ രാജൻ, അത് റവന്യൂ മന്ത്രിയാണ്, എല്ലാ കളക്ടർമാരുടെയും ചാർജ് എനിക്കാണെന്നൊക്കെ പറഞ്ഞ് അഹങ്കാരം പറഞ്ഞുകൊണ്ടിരുന്നു. എവിടെ പോയിരുന്നു അയാൾ? രാത്രി വെളുപ്പിന് 2:45 മുതൽ സുരേഷ് ഗോപി അവിടെയുണ്ട്. സുനിൽകുമാർ കണ്ടില്ല. സുനിൽകുമാർ വന്നപ്പോൾ 4:30, രാജൻ വന്നപ്പോൾ 5:30. തൊട്ടപ്പുറത്ത് ആലത്തൂർ ദേവസ്വം മന്ത്രി രാധാകൃഷ്ണനുണ്ട്, വന്നില്ല, മിണ്ടിയില്ല. ഇതുവരെ മിണ്ടിയില്ല. കൊച്ചി ദേവസ്വം ബോർഡ് എന്തെങ്കിലും മിണ്ടിയോ? ഇതുവരെ മിണ്ടിയിട്ടില്ല. അവരുടെ കയ്യിലല്ലേ വടക്കുന്ന ക്ഷേത്രം, അവിടെയല്ലേ പൂരം നടക്കുന്നത്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് നടക്കുന്നത് വടക്കുംനാഥൻ്റെ ചുറ്റിലുമാണ്. വടക്കുംനാഥൻ അതൊരു ഫിഗറല്ലേ? കൊച്ചി ദേവസ്വം ബോർഡിനൊന്നും പറയാനില്ലേ? എല്ലാം കൂടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തലയിൽ വെച്ചു, എല്ലാവരും കൈ കഴുകി. പോലീസ് ഉദ്യോഗസ്ഥൻ സർവീസിലുള്ളതായതുകൊണ്ട് അയാൾക്കൊരു അക്ഷരം മിണ്ടാൻ പറ്റില്ല. പക്ഷേ അയാളുടെ ഭാഷയും ഒന്നും ശരിയായിരുന്നില്ല. ആനയ്ക്ക് കൊടുക്കാനുള്ള പട്ട പോലും മുടക്കുക എന്ന് പറഞ്ഞാലോ? ഞാൻ പറയട്ടെ, ഈ ടോപ്പിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻ അത് ഇൻറ്റേർണലൈസ് ചെയ്തിട്ടാണ് പോലീസുകാർ പെരുമാറുന്നത്. ടോപ്പിൽ നിന്ന് വളരെ റഫായിട്ട് അവരെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഡൗൺ ദ ലൈൻ അവർ ചീത്ത വിളിക്കും. നമ്മൾ പറയാറില്ല, നമ്മുടെ ബോസ് നമ്മളെ വഴക്ക് പറയുമ്പോൾ രാവിലെ ചമ്മന്തിക്ക് ഉപ്പ് കൂടിപ്പോയി എന്ന് തോന്നി, നീ എന്നെ വഴക്ക് പറയുന്നു. ഇത് മനുഷ്യ സ്വഭാവമാണ്. ബോസ് നമ്മളെ ചീത്ത വിളിക്കുമ്പോൾ നമ്മൾ നമ്മുടെ താഴെയുള്ളതിനെ ചീത്ത വിളിക്കും. ഇയാൾക്ക് എന്ത് പട്ട് എൻ്റെ നേർക്ക് തട്ടി കയറുന്നു. അയാൾ താഴെ ശിവായിയെ ചീത്ത പറയും. ശിവായിക്ക് താഴെ ചീത്ത പറയാൻ ആരുമില്ല. അതുകൊണ്ട് അവിടെ കിടക്കുന്ന പട്ടിക്ക് ഇട്ടൊരു തൊഴി കൊടുക്കുന്നു, എണീറ്റ് പോടാ അവിടെ. ഇത് മനുഷ്യ സ്വഭാവമാണ്, ഇങ്ങനെ മുകളിൽ താഴത്തേക്ക്. അപ്പോൾ ഈ എടുത്തുകൊണ്ട് പോടാൻ നിൻ്റെ പട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് എടുത്തുകൊണ്ട് പോടാൻ നിൻ്റെ പട്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സാധനമാണ് അങ്കിത് അശോക് റിപ്പീറ്റ് ചെയ്യുന്നത്. ദിസ് വാസ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ, പൊളിറ്റിക്കൽ കോൺസ്പിറസി ടു ഡിസ്ട്രോയ്, സംഹൗ ഡിസ്ട്രോയ് തൃശ്ശൂർ പൂരം. ആൻഡ് നാളെ അസാമാന്യമായ റെസ്ട്രിക്ഷൻസൊക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ എല്ലാവരും പറയുമല്ലോ ഇതിനൊരു നിയമം വേണം, ഇതിനൊരു നിയമം വേണം. നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനർത്ഥം പിന്നെ അവിടെ ഒന്നും നടക്കില്ലെന്നാണ്. കഥ കഴിയും. അതിലേക്ക് അറിയാതെ അതിലേക്ക് എല്ലാവരും നീങ്ങുകയാണ്. എല്ലാവരെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കും. നിയമം വേണം, ചട്ടം വേണം. നാളെ പിന്നെ ചട്ടം കൊണ്ടുവന്ന് രക്ഷപ്പെട്ടു. തേക്കൻകാട് മൈതാനത്ത് ഇത്ര പേരെ കയറാവുള്ളൂ, തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ ഇത്ര പേരെ കടത്തി വിടുകയുള്ളൂ, ചുണ്ണാമ്പ് തൊട്ട് എണ്ണിയിട്ട് 250 കഴിഞ്ഞു, ഗേറ്റ് അടയ്ക്ക്. എന്നിട്ട് ഈ പോയ 100-700 ആളുകൾ അവർ കണ്ടാൽ മതി തൃശ്ശൂർ പൂരം.
ഏതായാലും വലിയൊരു ദൗർഭാഗ്യമാണ്. ദൗർഭാഗ്യമൊന്നുമല്ല, ആൺകുട്ടികളായ ഹിന്ദുക്കൾ ഇല്ലാതെ പോയിട്ടാണ്. അത് ഇനിയെങ്കിലും തൃശ്ശൂർ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഒരു സുരേഷ് ഗോപി ഉണ്ട്, അദ്ദേഹം കാണിക്കുന്ന മാതൃക പിന്തുടർന്നാൽ മാത്രം മതി. ഒരുപാട് സുരേഷ് ഗോപിമാരെ വേണം നമുക്ക്. വേണം, അത്യാവശ്യം. ഓക്കെ.